വായിച്ചു. തവസ്സല ബിഹി ആദം ഇടതേടിയത് ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഫസ്തഗാസ ബിഹി നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവർ തേടിയതായോ അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? അതെ, ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടൊക്കെ പറഞ്ഞെന്നും തവസ്സല ബിഹി ആദം എന്ന് പറഞ്ഞു, വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ എന്നാ മൗലവി ചോദിക്കുന്നു. ഇമാമിങ്ങളൊക്കെ കള്ളം പറഞ്ഞു അല്ലേ? നല്ല സത്യം പറയുന്ന മൗലവി. എന്നാ സഹോദരന്മാരെ കേട്ടോ, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്? അമ്പിയാക്കൾ ചെയ്ത കാര്യമാണ്, പഠിപ്പിച്ച കാര്യമാണെന്ന്. ഒന്ന് ഇമാം സുബ്കി മൗലവിന്റെ ഭാഷയിൽ ഒരു കള്ളം പറയുന്ന ആള്. രണ്ടാമത്തെ സൈനുദ്ദീൻ മഖ്ദൂം അല്ലേ മങ്കൂസ് പറഞ്ഞ് സൈനുദ്ദീൻ മഖ്ദൂമും ഒരു കളവ് പറയുന്ന ആള്. മൂന്നാമത്തെ കളവ് പറയുന്ന ഇമാമിനെ ഉദ്ധരിക്കട്ടെ. ഹിജ്റ 734 മരണപ്പെട്ട മുജാഹിദീങ്ങൾ എപ്പോഴും പേരെടുത്ത് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന്റെ പേരാണ് ഇമാം ഫാക്കിഹാനി. ആ ഇമാം ഫാക്കിഹാനിയുടെ വാചകം കേട്ടോ, സ്വന്തം കിതാബ് നോക്കിയാ വായിക്കുന്നത്. അൽ ബാബുൽ ഹാദി അശർ 11-ാം അധ്യായം. സുബ്കി ഇമാം മാത്രമാണോ മഹസറയില് അമ്പിയാക്കൾ പിടികൂടുന്ന ആള്? ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും അള്ളാന്റെ റസൂലിനെ കൊണ്ട് ആദം നബി തവസ്സുൽ ചെയ്തതും നൂഹ് നബി സഹായം തേടിയതുമൊക്കെ രേഖപ്പെടുത്തിയതല്ലേ? കേട്ടോ, ഫീമൻ ഇസ്തഗാസ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗീസ ഫിൽ ഖദീമി വൽ ഹദീസ്. മുമ്പും പിമ്പും റസൂലുള്ള മുഖേന സഹായം കിട്ടിയവരുടെ അധ്യായം, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയവരുടെ അധ്യായം. ഇഅലം, നീ ശരിക്കും ഉറപ്പിച്ചു വെക്കണം, അന്ന അവ്വല മൻ ഇസ്തഗാസ ബിനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയ, റസൂലുള്ളാഹിനെ ഇടയാളനാക്കി സഹായം തേടിയ ഒന്നാമത്തെ വ്യക്തി അബൂനാ ആദം അലൈഹിസ്സലാം. അത് ആദം നബി അലൈഹിസ്സലാമാണെന്ന് നീ ഉറപ്പിച്ചു വെക്കണേ. നിങ്ങളെ സർവ പുസ്തകത്തിലും പേര് കാണുന്ന ഇമാം ഫാക്കിഹാനി അദ്ദേഹത്തിന്റെ അൽ ഫജ്റുൽ മുനീർ എന്ന ഗ്രന്ഥത്തിന്റെ 263-ാമത്തെ പേജിലാണ് മൗലവിമാരെ പറഞ്ഞത്. അപ്പൊ ഇമാം സുബ്കി ഒറ്റക്കല്ല, മങ്കൂസ് മുലുദുദിയ സൈനുദ്ദീൻ മഖ്ദൂം ഒറ്റക്കല്ല, പേരോടൊറ്റക്കല്ല. എനിക്ക് കേട്ടോ ഇമാമിങ്ങളുടെ പേര് തീർന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇമാം ഇബ്നുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു മിസ്ബാഹുൽ ളലാം എന്ന മഹാനവറുകളുടെ ഗ്രന്ഥം ഹിജ്റ 607 ജനിച്ച് 683 മരണപ്പെട്ടു. ഈ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ പുണ്യം പറയാൻ വേണ്ടി എഴുതിയ കിതാബാണ്. ഇതിൽ വേറൊരു വിഷയവും ഇല്ല, ഇസ്തിഗാസന്റെ തെളിവ് മാത്രം പറയാൻ എഴുതിയ കിതാബാണ്. ഹിജ്റ 607 ജനിച്ച് 683 മരണപ്പെട്ടു. ഇതിലും നിങ്ങൾക്ക് കാണാം സഹോദരൻ ബാബു മാ ജാ ഫി ഇസ്തിഗാസത്തി സയ്യിദിനാ ആദം അബിൽ ബശർ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാം സഹായം തേടിയ അധ്യായം ഒരധ്യായം തന്നെ കൊടുക്കുകയാണ്. എനിക്ക് കേട്ടോ 5-ാമത്തെ ഇമാമിങ്ങളെ പേര് പെട്ടെന്ന് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. ഇമാം അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ, മരണം ഹിജ്റ 352 മുജാഹിദേ. എന്താണ് മഹാനവറുകൾ പറഞ്ഞത് കേട്ടോ? വബിഹി തവസ്സല ആദമു മിൻ ദംബിഹി വതശഫഅത ബിമഖാമിഹി ഹവ്വാഉ. ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കി. പിന്നെയോ വബിഹി തവസ്സല നൂഹു ഫീ തൂഫാനിഹി വഉജീബ ഹീന തഗ അലൈഹിൽ മാഉ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും റസൂലുള്ളാഹിനെ കൊണ്ട് സഹായം തേടി. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? കമാ ശഫഅ അല്ലാഹു നബിയ ലി ആദമി ബിഹി ഫീ ജനാനിൽ ഖുൽദി മിമ്മാ ബിഹി ഗദാ. ഇനിയും കേട്ടോ സഹോദരന്മാരെ, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശറഹുൽ ഇലാഹിന്റെ 490-ാമത്തെ പേജിൽ ഇതിലും അത് തന്നെ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കിയത് പറയുകയാണ്.
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശിഫാഇന്റെ ശറഹ് 271 നോക്കിക്കോളൂ. അതേ ഇമാം ബൈഹഖി 5489 പറയുകയാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു 2672 പറയുകയാണ്. ഇമാം അബൂ നുഐമദ പറയുന്നു, ഫതാവയുടെ 2-ാം വാള്യം 151-ാം പേജ് നോക്കിക്കോ. ഇമാം സുംഹൂദി അദാ വഫാഉൽ വഫാഇന്റെ 3-ാം വാള്യം 1370-ാമത്തെ പേജിൽ പറയുന്നു. ഇമാം ഖസ്തലാനി അദാ മവാഹിബിന്റെ 62-ാം പേജിൽ പറയുന്നു. ഇമാം ദമീരി അദാ നജ്മുൽ വഹാജിന്റെ 3-ാം വാള്യം 553-59-ാമത്തെ പേജിൽ പറയുന്നു. ഇബ്നു തൈമിയുടെ ഫതാവ 2-ാം വാള്യം കേട്ടോ മൗലവി, അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയാണ്, നീണ്ട സനദ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. അൻ അബ്ദുല്ലാഹി ഇബ്നു സുഫിയാൻ അൻ മൈസറ ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, മൈസറ പറയാണ്, മതാ കുന്ത നബിയൻ, തങ്ങളെപ്പോഴാ നബിയായത്? قال لما خلق الله الارض واستوى الى السماء فسواهن 7 سماوات. അല്ലാഹ് ആകാശങ്ങൾ ഭൂമികൾ പടച്ചു, ആകാശങ്ങളിലേക്ക് കരുതി അതിനെ 7ആയി പടച്ചു. വഖലഖൽ അർശ, അർശും പടച്ചു. കതബ അലാ സാഖിൽ അർശി മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ, അർശിന്റെ കാലിന്റെ മേൽ അതേ മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ എന്ന് രേഖപ്പെടുത്തി. വഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹ് സ്വർഗ്ഗം പടച്ചു. അല്ലത്തി അസ്കനഹ ആദമ വ ഹവ്വ, ആദം നബിയെയും ഹവ്വായിനെയും അവിടെ താമസിപ്പിച്ചു. ഫകതബ സ്മി അലൽ അബ്വാബി വൽ ഔറാഖ്, സർവ ഗേറ്റിന്റെ മേലും ഇലകളുടെ മേലും എന്റെ പേര് എഴുതി. വൽ ഖുബാബ് വൽ ഖിയാം, ഖുബ്ബകളുടെ മേലും ഖൈമകളുടെ മേലും. വആദമു ബൈന റൂഹി വൽ ജസദ്, അപ്പോഴൊക്കെ ആദം നബി റൂഹിന്റെയും ജസദിന്റെയും ഇടക്കാട്. ഫലമ്മാ അഹ്യാഹു അല്ലാഹു തആല, അങ്ങനെ അല്ലാഹു തആല ആദം നബിക്ക് ജീവൻ നൽകിയപ്പോ നളറ ഇലൽ അർശ്, ആദം നബി അർശിലേക്കൊന്ന് നോക്കി. ഫറഅസ്മി, അപ്പൊ എന്റെ പേര് അർശിന്റെ മേലെ കണ്ടു. ഫഅഖ്ബറഹുല്ലാഹു, അപ്പൊ അല്ലാഹ് ആദം നബിയോട് പറഞ്ഞു, അന്നഹു സയ്യിദു വലദിക, അല്ലെങ്കിൽ സയ്യിദു വുൽദിക, നിങ്ങളുടെ മക്കളുടെ നേതാവാണത് എന്ന് പറഞ്ഞു. ഫലമ്മാ ഗറഹുമ ശൈത്താനു, ശൈത്താൻ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അങ്ങനെ അവസാനം ആദം നബി മറന്നിട്ട് പഴം പറിച്ചപ്പോൾ താബാ, ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്തു, ഹവ്വാ ബീവിയും. വസ്തശ്ഫഅ ബിസ്മി ഇലൈഹി, എന്റെ പേര് ഇടയാളനാക്കി അല്ലാഹുവിനോട് ആദം നബി ശഫാഅത്ത് തേടി, എന്റെ പേര് മുൻനിർത്തി അല്ലാഹുവിനോട് തേടി. ആരാ എഴുതിയത്? സലഫി എഴുതിയത്. അതാ നിങ്ങൾ അങ്ങേ തരക്കുള്ള നേതാവ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, 2-ാം വാള്യം 150-ാം പേജ് തീർന്നില്ല. ഇനിയും അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചിട്ട് അതാ എഴുതുന്നു. അതേ ലമ്മാ അസാബ ആദമുൽ ഖതീഅ, ആദം നബി അലൈഹിസ്സലാം പഴം പറിച്ചു പോയപ്പോൾ റഫഅ റഅസഹു, ആദം നബി തല ഉയർത്തി. ഫഖാല, ആദം നബി പറഞ്ഞു, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി, ബിഹഖി മുഹമ്മദ് എന്ന് പറഞ്ഞോ. അത് കളവാണ് എന്നല്ലേ വന്നിട്ട് പറഞ്ഞത് മൗലവി? ഇബ്നു തൈമിയ്യന്റെ മഖബറയെ പോയി ചോദിക്കേ. ഇബ്നു തൈമിയ്യന്റെ കിതാബ് വായിച്ചാ ഞാൻ പറയുന്നത്, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് റബ്ബേ ഇല്ലാ ഗഫർതലി, എനിക്ക് പുറത്തു തരണം അല്ലാഹ്. ഫഔഹാ ഇലൈഹി, അപ്പ അല്ലാഹ് വഹി അറിയിച്ചു. വമാ മുഹമ്മദ്, വമൻ മുഹമ്മദ്, ആരാ മുഹമ്മദ്? ആദമേ. ഫഖാല, അപ്പ ആദം നബി പറഞ്ഞു, യാ റബ്ബി ഇന്നക ലമ്മാ അത്മംത ഖൽഖി റഫഅതു റസീല അർശിക ഫൈദാ അലൈഹി മക്തൂബുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നീ എന്നെ പഠിച്ചതിന് ശേഷം ഞാൻ അർശിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കി. അപ്പൊ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുതി കണ്ടു. ഫഅലിംതു, അമ്മ ഞാൻ ഉറപ്പിച്ചു, അന്നഹു അക്രമു ഖൽഖിക അലൈക്, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയാണ് അതെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇത് ഖറൻ തസ്മഹു മഅസ്മിക്, കാരണം നിന്റെ പേരിന്റെ കൂടെ ആ ഒരു നബിന്റെ പേരല്ലേ നീ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് നീ ഏറ്റവും ബഹുമാനിക്കുന്ന ആൾ അതാണ് നീ മനസ്സിലാക്കി. ഫഖാല നഅം, അപ്പൊ അല്ലാഹ് പറഞ്ഞു, അതെ. ഫഖദ് ഗഫർതു ലക, നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നു ആദമേ,
വഹുവ ആഖിറുൽ അംബിയാഇ മിൻ ദുർരിയതിക, നിങ്ങളെ സന്താന പരമ്പരയിൽ അവസാനം വരുന്ന നബിയാണ്. വലൗലാഹു മാ ഖലഖതുക, ആ നബി ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കില്ലായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ എന്താണ് ഇവിടെ പറയുന്നത്? മൗലവിമാരെ, ലൈഫാണ് എന്നാണോ, മൗദൂ ആണ് എന്നാണോ, കളവാണ് എന്നാണോ? സലഫി കളവാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലാഹു തആല പറഞ്ഞേ കളവാണോ? അമ്പിയാക്കൾ പറഞ്ഞേ കളവാണോ? ആദം നബി പറഞ്ഞേ കളവാണോ? സുബ്കി ഇമാം പറഞ്ഞേ കളവാണോ? ഇബ്നു തൈമിയ്യ പറയട്ടെ, അയാൾക്ക് വിവരമുണ്ട്, പക്ഷേ ചില സംഗതി പേച്ചു പോയതാണ്. അതുകൊണ്ടാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലഹു ദകാഉൻ വഇൽമുൻ, അദ്ദേഹത്തിന് നല്ല ബുദ്ധിയും ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫലം യജിദ് ശൈഖൻ യഹ്ദീഹി, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഉസ്താദിനെ കിട്ടിയില്ല, അങ്ങനെ പെട്ടുപോയതാണ്. ഇമാം സുബ്കി പറഞ്ഞില്ലേ, അതേ സൈഫുസ് സഖീൽ എന്ന കിതാബിൽ പറഞ്ഞില്ലേ, ആ നിങ്ങളെ നേതാവായി നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടോ സലഫി, ഈ ഹദീസ് ലൈഫാണ് എന്നാണോ ഇവിടെ പറയുന്നത്? ഇത് കളവാണ് എന്നാണോ പറയുന്നത്? കേട്ടോ, ഫഹാദൽ ഹദീസു, അപ്പോൾ ഈ ഹദീസ് യുഅയ്യിദുൽ ലദീ ഖബ്ലഹു, അതിന് മുമ്പുള്ള ഹദീസിനെ ശക്തിപ്പെടുത്തുകയാണ്. വഹുമാ, ഞാനിപ്പോൾ ഉദ്ധരിച്ച ഈ രണ്ട് ഹദീസും കത്തഫ്സീരിൽ അഹാദീസി സഹീഹതി, സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ്. സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ്. അപ്പൊ ഇതിന്റെ ആശയത്തിൽ ഒരു സ്ഥലത്തും തെറ്റില്ല. ഇനി അതിന്റെ സനദിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. സഹീഹായ ഹദീസിന്റെ വിവരണമാണിതെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയില്ലേ മൗലവി?